ഗീവ് അവേയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് നാളെയാണ്. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത എല്ലാവരും തന്നെ വേഗം കഴിഞ്ഞ വീഡിയോ പോയി എടുത്ത് നോക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബർ ആവണം. അതുപോലെ തന്നെ ഒരു കമൻറ്റ്, നമ്മൾ ആഴ്ചയിൽ ഒരിക്കലാണ് ഗീവ് അവേ കൊടുക്കുന്നതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബർത്ത്ഡേ കാർഡാണ്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന ടൈമിൽ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ബർത്ത്ഡേ വരുമ്പോൾ ബർത്ത്ഡേ കാർഡ് വാങ്ങിക്കാൻ വേണ്ടി വീട്ടിൽ വാശി പിടിക്കാറുണ്ട്. ചിലപ്പോൾ വൈകിട്ട് വന്നിട്ട് ചിലപ്പോൾ വാങ്ങിക്കാൻ പോകാൻ പറ്റാറൊന്നുമില്ല. പക്ഷെ അന്നൊക്കെ എനിക്ക് ഈ ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഐഡിയ ഒക്കെ ഉപയോഗിച്ച് നല്ല രീതിക്ക് നിങ്ങളുടെ ടീച്ചേഴ്സിനെയും കൂട്ടുകാരൊക്കെ ഒന്ന് സർപ്രൈസ് ചെയ്ത് ഗിഫ്റ്റൊക്കെ കൊടുക്കാം. അപ്പോൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ കാർഡ് എന്ന് പറഞ്ഞാൽ അതൊരു സംതിങ് സ്പെഷ്യൽ അല്ലേ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കുമ്പോൾ ഈ ഡബിൾ സൈഡഡ് ടേപ്പ് എന്തായാലും വേണം. കാരണം നമ്മളൊരു ഗിഫ്റ്റ് ബോക്സ് വരച്ചു കൊടുത്തില്ലായിരുന്നോ, അതിൻ്റെ രണ്ടറ്റങ്ങളിലും ഇങ്ങനെ കുറച്ച് ഒരു നീളമുള്ള പീസ് ഒട്ടിച്ചു കൊടുക്കണം. കാരണം ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോള് പോലെ വരണം നമുക്ക്. കാരണം നമ്മളെ വിഷസോ മെസ്സേജസോ നമ്മൾ ഇതിലേക്കാണ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ച ലവ് ഷേപ്ഡ് സാധനങ്ങളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക നല്ല ഭംഗിയായിട്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ ലവ് ഒന്ന് വെട്ടി ഒട്ടിക്കുന്നതാണ് ഒരു ടാസ്ക് ആയിട്ടുള്ളത്, വേറെ ഒന്നുമില്ല. അപ്പോൾ അടിപൊളിയായിട്ടില്ലേ ക്രിസ്മസ് കാർഡല്ലേ ബർത്ത്ഡേ കാർഡ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക. അപ്പോൾ അത്രയുള്ള ചേട്ടാ, ബൈ ബൈ, സീ യു.